ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ജസ്റ്റ് മാർക്കറ്റ് നോക്കിയ സമയത്ത് ഒരു റിസ്ക് റിവാർഡ് സ്റ്റേജിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്നലെ വളരെ വലിയൊരു ഫോള് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ വേണ്ടി പറ്റി. വളരെ നല്ലൊരു ഫോളാണ്. അപ്പോൾ ആ ഫോളിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഈ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തുകൊണ്ട് താഴോട്ട് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അടുത്ത റെസിസ്റ്റൻസിലായിരിക്കും ടച്ച് ചെയ്തിട്ട് താഴോട്ട് പോകുന്നത്. ഇനി ഇത് രണ്ടും നടന്നിട്ടില്ലെങ്കിൽ മുകളിലോട്ട് പോവാം. ഇങ്ങനെയാണ് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്തിനാണ് പിന്നെ ഈ ഒരു രണ്ട് ലൈന് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലൈന് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇപ്പോൾ നിഫ്റ്റി നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് താഴോട്ട് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. താഴോട്ട് പോയി കണ്ടിന്യൂസ് അഗ്രസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് താഴോട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ എൻട്രി പോകുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് താഴോട്ടുള്ള റിവേഴ്സൽ എൻട്രി, രണ്ടാമത്തത് ഞാൻ ഈ താഴെ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള എൻട്രി. ഇത് രണ്ടാണ് സേഫസ്റ്റ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ ഏത് പോയിന്റിൽ നിൽക്കുമെന്നുള്ള വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇതാ, ഒന്നുകിൽ ഈ ലൈന് ടെസ്റ്റ് ചെയ്ത് ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് പോകും എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴോട്ട് നിഫ്റ്റി എത്തുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലുണ്ട്, ഇവിടുന്ന് ഒരു സെല്ലുണ്ട്. അതാണ് സെൽ എൻട്രീസ് വരുന്നത്. പിന്നെ ബൈ എൻട്രീസ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ബൈ എൻട്രീസ് ഇല്ല, കാരണം ഓൾറെഡി ഇന്നലത്തെ ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്. ഇത്രയും വലിയൊരു ഫോൾ നടന്നതിന് ശേഷം നമ്മളൊരു കൺഫർമേഷൻ കിട്ടാതെ ഒരിക്കലും ബൈ സൈഡ് പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ്, നമ്മൾ ഈ റെസിസ്റ്റൻസ് എടുക്കുമെന്ന് വിചാരിച്ച് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബൈ എൻട്രീസ് നോക്കാം. ഞാൻ എന്താണെങ്കിൽ വെയിറ്റ് ചെയ്യാണ് ആ ഒരു പോയിന്റിൽ കിട്ടുമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ട്രെൻഡ് ലൈൻ വരക്കുമ്പോൾ ഇതിൻ്റെ ഒരു എന്തിനാണ് ഈ ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നടന്ന ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിൻ്റെ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചാൽ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇന്നലെ ജസ്റ്റ് ഫസ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് തന്ന് പിന്നീട് വീണ്ടും ഫോളോ വന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്ലോ അത് ഇത്രയും അഗ്രസീവാണ്. എത്രത്തോളം അഗ്രസീവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്ര ഫ്ലോയിലാണ് ഇന്നലെ നമുക്ക് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വരച്ച ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഈ ഒരു ഫ്ലോയിലൂടെയാണ് ഈ ഒരു ഫ്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ആ സെയിം ഫ്ലോയിൽ തന്നെ സെല്ലിംഗ് കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നടന്ന ആ സെയിം ഫ്ലോ ഇന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം റിസ്ക് നോക്കണമല്ലോ നമ്മളെപ്പോഴും. അപ്പോൾ അത്രയും റിസ്ക് ഒന്നും എടുത്തിട്ട്, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ശേഷം മാർക്കറ്റിൽ ഫസ്റ്റ് ഫ്ലോ ആണ്, ഫസ്റ്റ് സെല്ലിംഗ് നടന്നപ്പോൾ കിട്ടിയ ഫ്ലോ ആണ്. അതിന് ശേഷം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഫ്ലോ ആണ് രണ്ടാമത്തെ ഫ്ലോ. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിട്ടുള്ള രണ്ടാമത്തെ ട്രെൻഡ് ലൈന് കുറച്ചും കൂടെ മാർക്കറ്റ് ഒന്ന് ഓക്കെ ആയതിന് ശേഷം നടന്ന ഫ്ലോ ആണ്. അപ്പോൾ അതിലാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് നടന്നൊരു ഫ്ലോ ആയതുകൊണ്ട് അതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം നടന്ന ഫ്ലോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞത്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, അല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. പിന്നെ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഞാൻ കംപ്ലീറ്റ്ലി സെല്ലറാണെന്നല്ല പറയുന്നത്, പക്ഷേ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. അതുവരെ നമ്മൾ സെൽ ഓൺ റൈസ് എന്നുള്ള രീതിയിലുള്ളൊരു ഇതിലൂടെയാണ് പോവുക. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത ആ ഒരു ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു സെൽ എൻട്രി നോക്കുകയാണ്. പുട്ട് ഓപ്ഷൻ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മളൊരു റീട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് ചെറിയൊരു റീട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാണ്,
ഇപ്പം ഞാനൊരു 4 ലോട്ടാണ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ 4 ലോട്ടിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ലോട്ട് എടുക്കും. ഓക്കെ, 25% നമ്മുടെ എന്താ പറയുക ക്യാപിറ്റലിൽ 25% ആണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം ലോവർ ലെവലിലാണ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 25% ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ 25%. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, 22,800 പുട്ട് ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ വേണം 22,900 അല്ലെങ്കിൽ 850, ഒരു 100 പോയിന്റ് ഡിസ്റ്റൻസിലുള്ള OTM ആണ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തത്. നിഫ്റ്റി 22,850 എടുക്കാം. ഓക്കെ, സോറി, 22,850 നമുക്ക് ഈ മന്തിൻ്റെ ആയതുകൊണ്ട് ഇതാണ് വരുന്നത്. അപ്പോൾ 70 രൂപയുടെ പുട്ട് ഓപ്ഷനാണ് ഞാൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്ക് 70 രൂപയുടെ പുട്ട് ഓപ്ഷൻ ഒരു ലോട്ട് ജസ്റ്റ് ബൈ ചെയ്യും. ഞാനിതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ട്രേഡാണ്. ഞാൻ എന്താണെങ്കിലും 25% ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. ഇനി ബാലൻസ് ഞാൻ സ്ലോ ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ 3 ലോട്ടും കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എടുത്ത സ്ട്രൈക്ക്. ഇത് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഇതിൻ്റെ ഒരു ഫോർമേഷനിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിൽ എന്താണെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ്, ഇതിൻ്റെ താഴെ തന്നെയാണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനൊന്നും നോക്കില്ല, ബാക്കി ക്വാണ്ടിറ്റി എല്ലാം ആഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്താണ് മൂവ്മെൻറ്റ് നോക്കാം. 25% നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള 2 രൂപയുടെ നമ്മൾ 70 നമുക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് 72 പോയിൻറ്റ് സംതിങ്ങിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അടുത്ത 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ അഗ്രസീവായിട്ട് അടുത്ത ബ്രേക്ക് ഔട്ട് വീണ്ടും താഴോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, റീട്രേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഈ 22,934 ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കില്ല, പെട്ടെന്ന് ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യും. ഈ 2 പോയിന്റിലാണ് ആഡ് ചെയ്യാനുള്ള പ്ലാന്. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ 20 പോയിൻറ്റ്സ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ 70 രൂപയിൽ ആണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 80, 90 അല്ലെങ്കിൽ ഒരു 100 രൂപ വരെയൊക്കെ ഇത് പോകാമെന്നുള്ള പ്ലാനിലാണിത് ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 രൂപയാണ് എൻ്റെ മാക്സിമം സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പം ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ അപ്പോൾ 4 ലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ 10 രൂപയായിരിക്കും വരിക. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എനിക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വരുന്നത് 58 റേഞ്ചിലാണ്. അപ്പോൾ എനിക്ക് ഏകദേശം 68 എൻട്രി കിട്ടുകയാണെങ്കിൽ ബെറ്ററാണ്. ഒരു 68-67 പോയിന്റിലൊക്കെ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിസ്ക് റിവാർഡിൻ്റെ ബേസ് ചെയ്തിട്ട് ബാക്കി ക്വാണ്ടിറ്റി ശരിക്കും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാണ്. ഒരു 68 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ടും കൂടെ പെട്ടെന്ന് ആഡ് ചെയ്യും. ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം, കിട്ടുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എൻട്രി പോയിന്റ് വരേണ്ടത് ഇവിടെ ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എൻ്റർ ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ. പക്ഷേ എങ്കിലും ചെറിയൊരു റീട്രേസ്മെൻ്റ് ആയി കിട്ടും. ഒരു 22,960 വീണ്ടും പോകുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ക്വാണ്ടിറ്റി നമ്മളങ്ങനെ ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ പുട്ട് ഓപ്ഷനിൽ നോക്കുമ്പോൾ നല്ല അഗ്രസീവാണ്. നോക്കാം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 68 ഞാൻ എന്തായാലും ജസ്റ്റ് ഓർഡർ ഇട്ട് വെക്കുകയാണ്. ഒരു 50 കൊണ്ട് ഒരു ബാക്കി 20 നമുക്കൊരു 50% ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടും കൂടെ നമുക്ക് 68 ഓർഡർ. ഓക്കെ, 68 ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 68 ഞാൻ ബാക്കി ക്വാണ്ടിറ്റി ഇപ്പോൾ 50% നമ്മളെ ക്വാണ്ടിറ്റി ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കി 2 ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. ഇനി അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാതെ ഇരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി അഗ്രസീവ് എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാതെ നമുക്ക് സ്ലോ ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രോപ്പർ റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ടല്ല മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ അപ്പോൾ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി സ്റ്റില്ലുണ്ട്. പക്ഷേ ഈ പറഞ്ഞില്ല, അവിടെ ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കി 50 ക്വാണ്ടിറ്റി ബാലൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം.
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഏകദേശം 22,965 ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ടച്ച് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടുന്നാണ് എൻ്റെ ഒരു ബാക്കി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി 50 ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തിട്ട് 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് പ്ലാൻ. നമുക്ക് നോക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ ഉണ്ടല്ലോ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 75 ആയിരിക്കും ബാക്കി നമ്മൾ 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഇപ്പോൾ 75 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 85-95 വരെയൊക്കെ നമുക്ക് പോയാലാണ് ഒരു 20 പോയിൻറ്റ്സ് ഒക്കെ കിട്ടുക. എന്താണെങ്കിലും നോക്കാം, അത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടുമായിരിക്കും. പിന്നെ ഒരു റിസ്ക് ഫാക്ടർ ഇവിടെ ഉള്ളത്, ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ലോ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വലിയൊരു ഡോജി ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നല്ലൊരു ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു റിസ്ക് ഫാക്ടറാണ് താഴോട്ട് പോകുമ്പോൾ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കി ക്വാണ്ടിറ്റി പെട്ടെന്ന് ആഡ് ചെയ്യാതിരുന്നത്. 50% ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കൺഫർമേഷന് വരട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ഈ ഒരു ലൈനിൻ്റെ താഴോട്ട് പോകുമെന്നുള്ളതാണ്. ഇനിയിപ്പം നിഫ്റ്റി കുറച്ചുകൂടെ മുകളിലോട്ടൊക്കെ പോയിട്ട് പിന്നെയാണ് താഴോട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ബയസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പോയിന്റിൽ നിന്ന്. പക്ഷേ മുകളിലോട്ടൊന്നും പോവാതെ ഈ ഒരു ഷെയ്ഡിൽ തന്നെ, ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ അഗ്രസീവായിട്ട് താഴോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ സെല്ലത് സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ 50% ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇപ്പം ഞാനീ പറയുന്നത് 50%, 25% എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 പോർഷൻ ആക്കി നമ്മുടെ ക്വാണ്ടിറ്റി 4. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 1 lakh rupees ഉള്ളതെന്നുണ്ടെങ്കിൽ 25,000 വെച്ചിട്ടാണ് ആദ്യത്തെ ട്രേഡ് എടുക്കേണ്ടത്. പിന്നെ ബാക്കി 25,000 വെച്ചിട്ട് ഞാൻ എടുത്തു. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റലിലെ പകുതി അവിടെ കിടക്കുന്നുണ്ട്, അതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ സ്റ്റിൽ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ആക്ച്വലി നമുക്ക് വെക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 58 ഓക്കെ. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, കാരണം മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് 68 വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ ട്രേഡ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, അഗ്രസീവായിട്ട് തന്നെ താഴോട്ട് പോകണമെങ്കിൽ ഞാൻ ബാക്കി 50% ആഡ് ചെയ്യുള്ളൂ. അതിന് കാരണം ഇവിടെ നമുക്ക് വലിയ ഓർഡേഴ്സ് ഇന്നലെ പ്ലേസ് വന്ന് വലിയ ബൈ ഓർഡേഴ്സ് കെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കൺഫർമേഷനിൽ മാത്രമേ എടുക്കുള്ളൂ. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി ആഡ് ചെയ്യില്ല. ആ ഒരു സമയത്ത് ഇവിടെ ടച്ച് ചെയ്തിട്ട് വന്ന ഫസ്റ്റ് പുൾ ബാക്കിലാണ് നമ്മൾ എൻട്രി ഉള്ളൂ. രണ്ടാമത് വന്നിട്ട് വീണ്ടും പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബൈയിങ്ങിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി 50% അപ്പോഴൊന്നും ആഡ് ചെയ്യില്ല. ഇനി 50% ആഡ് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതും അത്യാവശ്യം മുകളിലോട്ട് പോയതിന് ശേഷമാണ് താഴോട്ട് വരുന്നതെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ ഞാൻ ഈ 50% ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന പ്രോഫിറ്റിൽ തൃപ്തനാവുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കാര്യം. നമ്മൾ നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, ഓപ്ഷൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട സംഭവം അതായതുകൊണ്ട് അത് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അത്രയും സ്ലോ ആയിട്ട് അത്രയും സാവധാനം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സ്ലോ ആയിട്ടുള്ള ട്രേഡൊക്കെ ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് സാവധാനം ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ ഒക്കെ മൂവ്മെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് അത്രയും സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്ലോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒന്നുകിൽ നമുക്ക് ട്രേഡ് ഒഴിവാക്കാം. എന്തിനാണ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള സമയത്ത് ട്രേഡ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് എൻട്രി മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കണ്ട, ആ ദിവസം ട്രേഡ് ഒഴിവാക്കിയാൽ മതി. നമുക്ക് സ്ലോ ആയിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ട്രേഡ് കിട്ടുമ്പോൾ മാത്രം എടുത്താൽ മതി. എന്തിനാണ് നമ്മൾ മാർക്കറ്റിനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവുകയേ ചെയ്യുള്ളൂ. ചേസ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള ട്രേഡ് കിട്ടുമ്പോൾ മാത്രം എടുക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഇത്രയും സമയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതായിരുന്നു നമ്മുടെ ട്രെൻഡ് ലൈൻ. അത് ബ്രേക്ക് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. ഇനിയിപ്പോൾ നമ്മളെ രണ്ടാമത്തെ എന്താ പറയുക എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൻ്റെ താഴോട്ട് പോകുമ്പോഴാണ്. ഇന്നത്തെ ലോ ബ്രേക്ക് ആകുമ്പോഴാണ് അടുത്ത എൻട്രി വരുന്നത്. നമ്മൾ ഓൾറെഡി 50 ഓക്കെ, ഇതിൽ നല്ല
പുഷ് നടക്കുന്നുണ്ട്, നല്ല ബൈയിങ് പുട്ട് ഓപ്ഷനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് ബ്രേക്ക് ആവും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 78. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ക്വാണ്ടിറ്റിയും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിപ്പോൾ അഗ്രസീവായിട്ടുള്ള എൻട്രി അല്ലേ ഞാൻ എടുത്തതെന്ന്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ഓൾറെഡി 70 എൻട്രി എടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ആവറേജ് പ്രൈസ് വരുന്നത് 73.5 ഇപ്പോൾ വേണമെങ്കിൽ ഞാനിപ്പോൾ എടുത്ത പോലെ ഹൈ ലെവലിൽ നമ്മൾ എൻട്രി എടുക്കണമെന്നില്ല. കുറച്ച് റീട്രേസ്മെൻ്റ് ഒക്കെ ഇനി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും എൻട്രി എടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി 70 ഞാൻ എൻട്രി എടുത്തുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തത്. ഞാനൊന്നും നോക്കാതെ സിമ്പിളായിട്ട് ഈ മാർക്കറ്റ് ഓർഡർ ഇടാൻ കാരണം അതാണ്. ഇനിയിപ്പോൾ എത്ര ഹൈയിൽ കിട്ടിക്കഴിഞ്ഞാലും ആവറേജ് പ്രൈസ് എനിക്ക് പകുതിയിൽ വരുമെന്നറിയാം. അപ്പോൾ 74 നമ്മൾ ആവറേജ് വരുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതുകൊണ്ട് തന്നെ ഇത്തിരി മൂവ്മെൻറ്റ് നടന്നുകൊണ്ട് തന്നെ ഞാൻ 10 പോയിന്റിലേക്ക് മാറ്റുകയാണ്. അതായത് 74 ഉണ്ടായിരുന്നത് ഏകദേശം 64 10 പോയിന്റ് വരുന്നത്. 64 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഇപ്പം റീസെൻ്റ്ലി നടന്നു, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമുക്കൊരു റീട്രേസ്മെൻറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ബൈയിങ് നടന്നതിൻ്റെ താഴെ ആയിട്ടാണ് 64 വരിക. അപ്പോൾ കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും സേഫാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ, 64. നേരത്തെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ആക്ച്വലി 58 വെക്കേണ്ടത് 68 വെച്ചത്. അത് ആക്ച്വലി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, 64 ഇതാണ് ഇപ്പോൾ കറക്റ്റായത്. 64 ഞാൻ നേരത്തെ 58 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയിരുന്നത്. ഞാനത് 68 അടിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അത് ആക്ച്വലി എനിവേ ഞാനത് മറന്നുപോയതാണ്. മിസ്റ്റേക്ക് പറ്റിയതാണ്. എനിവേ, സോ ഇതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 71 എൻട്രി ചെയ്യായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. ഞാനിപ്പം നമ്മുടെ രണ്ടാമത്തെ എൻട്രി വന്നത് ഓൾമോസ്റ്റ് എത്രയിലാണ്, 78 ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഏറ്റവും ഹൈയിൽ പോയിട്ടാണ് എൻട്രി ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം 71 നിഫ്റ്റി വന്നു, മാർക്കറ്റ് വന്നു. അപ്പം അത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്, താഴോട്ടും മുകളിലോട്ടൊക്കെ വരും. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള എൻട്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ വന്നോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ടാർഗറ്റും ഉണ്ട്. വെയിറ്റ് ചെയ്യുക. ഇന്ന് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ നാളത്തെ ട്രേഡിൽ നമ്മൾ ബാക്കി പിടിക്കും. അത്രേ ഉള്ളൂ. വളരെ എന്താ പറയുക, സ്ലോ ആയിട്ട്. ഇപ്പോൾ നമ്മൾ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഇനി ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ബാക്കി ഒക്കെ മാർക്കറ്റ് ചെയ്തോളും. സോ ഞാൻ തൽക്കാലം ഇത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത് ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മൾ 20 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 94 വരും. അതായത് ഇന്നലത്തെ ഹൈ. അപ്പം വളരെ അഗ്രസീവായിട്ടുള്ള അപ്സൈഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് വരുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ 10 പോയിന്റ് എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ട്രേഡാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 84 ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടി. അതായത് ഈ ഒരു റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 20 പോയിൻ്റൊന്നും സാധാരണ ഞാൻ പേഴ്സണലി പോലും 20 പോയിന്റ് വേണമെന്ന് വെയിറ്റ് ചെയ്യാറില്ല. ഞാൻ വെക്കാറ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു 7 പോയിന്റിലേക്കൊക്കെ വെച്ചിട്ട് ഒരു 14 പോയിൻ്റൊക്കെ ടാർഗറ്റ് എടുക്കാറാണ് പതിവ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പിന്നെ അഗ്രസീവായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വീക്ക്നെസ് ഒക്കെ മാർക്കറ്റിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ടാർഗറ്റ് വെച്ചത്. അപ്പോൾ എല്ലാവരും 20 പോയിൻ്റൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. എപ്പോഴും അതിനനുസരിച്ചുള്ള സമയത്ത് മാത്രം എക്സ്പെക്റ്റ് ചെയ്യുക. ഇന്ന് നമുക്ക് എന്താണെങ്കിലും 94 എത്തുമോ എന്നുള്ളത് നോക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അത്രയും 20 പോയിന്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്താണെങ്കിലും 94 കിട്ടുമോ നോക്കാം. ഇനി 94 ഞാൻ ഈ പറഞ്ഞ പോലെ 94 അല്ലാതെ 84 വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മസ്റ്റായിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഒരു 68 സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അത്രയും 15 ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഓർഡർ വെച്ചിട്ടുള്ള ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് എനിക്കതിൽ കോൺഫിഡൻസും ഉണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താണെങ്കിലും 94 എത്തുമോ നോക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നു. 85 എത്തി നമ്മുടെ ആവറേജ്. ഓക്കെ, 87. ഓക്കെ, ഞാൻ എന്താണെങ്കിലും 94 എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ. 94 ഞാൻ സ്റ്റോപ്പ് ലോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 91 എവിടെ എത്തി? ഓക്കെ, 94. ഓക്കെ, അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നു. ഞാൻ എന്താണെങ്കിലും 94
സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണെങ്കിലും 94 തന്നെ എക്സിറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് ട്രെയിലായിട്ട് പോകാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ ചുമ്മാ അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 91 വരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എക്സിറ്റ് ആവും. ഇപ്പം സാധാരണ ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് 10 പോയിൻ്റേ നോക്കാറുള്ളൂ. ഓൾറെഡി 10 പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് ആവാനുള്ള സമയം ഓൾറെഡി ആയിട്ടുണ്ട് സാധാരണ ട്രേഡിൽ. എന്താണെങ്കിലും നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്നതാണല്ലോ, നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. 94 കിട്ടുമോ നോക്കാം. ഓക്കെ, ഒരു റീട്രേസ്മെൻറ്റ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, റീട്രേസ്മെൻ്റ് ഇല്ലേ, അഗ്രസീവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാം. 91 ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, റീട്രേസ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും. എന്താണെങ്കിലും നിഫ്റ്റി നോക്കട്ടെ. റീട്രേസ്മെൻറ്റ് കിട്ടും. റീട്രേസ്മെൻറ്റ് ഇപ്പം തന്നെ റീട്രേസ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കുറേ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം അഗ്രസീവായിട്ടുള്ളൊരു സെല്ലിങ്ങാണ് നടന്നത്. ഇപ്പം 94 എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു 80 എത്തിയിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെ 80 എത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും 80 എടുത്താൽ പോരെ. ഇതൊക്കെ നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ മീൻസ് അതൊരു അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരിക. എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പൊസിഷൻസ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ കറക്റ്റ് പോയിന്റ് കൂടെ തന്നെ പോകുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്. ഇനിയിപ്പം ഒരു 80 കുറച്ച് റീട്രേസ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും അടുത്ത മുകളിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്ലാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ 74 ആവറേജ് വെച്ചിട്ടുള്ളത്. 94 നമ്മൾ എക്സിറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഇനി എന്തോ സംഭവിച്ചോടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് അടുത്ത മൂവ്മെൻറ്റ് വരും തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അത്ര ഫാസ്റ്റായിട്ടുള്ള റീട്രേസ്മെൻറ്റ് വന്നിട്ടില്ല. നിഫ്റ്റി ആണെങ്കിലും വീണ്ടും ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 94 93 ഓക്കെ, വെയിറ്റ് ചെയ്യാം. 4 എത്തുമെന്ന് അറിയില്ല. എത്തുന്നതാണെങ്കിലും നമ്മുടെ ഈ ഒരു ബൈ ഓർഡർ വന്ന് അവിടെയെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 94 എന്താണെങ്കിലും അടിക്കും. ഇവിടെ നമുക്ക് നല്ലൊരു റിജക്ഷൻ കിട്ടി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് സിമ്പിളായിട്ട് 94 ഓക്കെ, 94 ആക്ച്വലി ആയിട്ടുണ്ട്. നമ്മുടെ ഇത് ആക്ച്വലി എക്സിക്യൂട്ട് ആയിട്ടില്ല. പക്ഷേ നമ്മൾ ഓർഡർ പക്ഷേ എക്സിക്യൂട്ട് ആയിട്ടില്ല. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ 94 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം സ്റ്റിൽ പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓക്കെ. അത്യാവശ്യം ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രേഡ്. നമുക്ക് 94 കിട്ടിയിരുന്നു. ഓക്കെ, 50 ക്വാണ്ടിറ്റി എക്സിറ്റ് ആയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ 94 വെയിറ്റ് ചെയ്യാം. 94 ആയി തോന്നുന്നു. ഓക്കെ, ഇപ്പം നോക്കുന്നില്ല. ഒരു 2 പോയിൻ്റേ ഉള്ളൂ. നമുക്ക് 20 പോയിന്റിൽ ഓൾമോസ്റ്റ് ഓക്കെ 94 ആയിട്ടുണ്ട്. ഞാനതിൽ 94 വരണം എന്ന് അല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ആ 94 വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഒരു ലോല് നിഫ്റ്റി എത്തിയത് കൊണ്ടാണ്. കുറച്ചും കൂടെ മുകളിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് 94 വരെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു കറക്റ്റ് ഡിമാൻഡഡ് ഏരിയയിൽ നിഫ്റ്റി എത്തിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വല്ല അപ്പ് മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പ് മൂവ്മെൻ്റ് ഒക്കെ വരാം. അപ്പം അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 94 വരെ വെയിറ്റ് ചെയ്യാതിരുന്നത്. പക്ഷെ എങ്കിലും എന്ന് വിചാരിച്ച് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ 94 അടിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുക അത് നമ്മുടെ മിസ്റ്റേക്ക് കാരണമാണ്. 94 എത്തിയിട്ടും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് നമ്മൾ അതുവരെ നമ്മൾ ആ ഒരു മിസ്റ്റേക്കിനുള്ള എന്താ പറയുക ആ ഒരു പോയിന്റ് നമുക്ക് മിസ്സായി എന്നുള്ള രീതിയിൽ സമാധാനിക്കാം, എന്നിട്ട് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 92 എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 74 92 വരെ 2 പോയിൻ്റാണ് നമുക്ക് മിസ്സായത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും ചിലപ്പോൾ താഴോട്ട് മുകളിലോട്ട് തന്നെ പോയേക്കാം. പക്ഷേ നമ്മൾ 94 എക്സിറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഈ ഒരു ഇത് കാണുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സ്ലോ ആയിട്ട് നമ്മുടെ കംഫർട്ടിനനുസരിച്ചൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡിൻ്റെ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത്.
ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 88 എത്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തു. അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, 94 എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ കുറ്റമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയിപ്പോൾ 2 രൂപ നമുക്ക് നഷ്ടപ്പെട്ടാലും അത് നമ്മൾ എടുക്കണം. ആ 2 രൂപ നഷ്ടപ്പെട്ടു നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 94 അവിടെ എക്സിറ്റ് ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു. പക്ഷേ അത് ഞാൻ 94 വേണമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചിലപ്പം ടെൻഷൻ അടിക്കേണ്ട സിറ്റുവേഷൻ വന്നേനെ. കാരണം നിഫ്റ്റി ഇപ്പോൾ താഴോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ താഴോട്ട് വരുന്നുണ്ട്, നിഫ്റ്റി ഇപ്പോൾ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാനിതുപോലെ ഫ്രീ ആകുന്ന സമയത്ത് ഇനിയും ഇതുപോലത്തെ റെക്കോർഡ് ചെയ്യാം, ഇതുപോലത്തെ വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്യാം. സോ താങ്ക് യു.